ാണ്. ആ തപസ്സിൻ്റെ ശക്തി കൊണ്ടാണ് ഭഗവാന്റെ ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ കൃഷ്ണന്മാരില്ലേ, അവിടേക്ക് എന്താ എല്ലാവരും പോവാത്തത്? ഗുരുവായൂരിൽ തന്നെ എത്ര അനവധി ക്ഷേത്രങ്ങളുണ്ട് ഇല്ലേ? എല്ലായിടത്തും എന്തുകൊണ്ട് ആളുകൾ പോകുന്നില്ല? ഇതുപോലെ തന്നെ ശബരിമലയ്ക്ക് ആളുകൾ പോവാൻ കാരണം അവിടെയും ശബരിയുടെ എത്രയോ മഹാത്മാക്കൾ, എത്രയോ ആളുകൾ കഠിനമായി തപസ് ചെയ്ത് തങ്ങളുടെ മനസ്സിനെ പരിപൂർണമായി ഭഗവാനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവിത്രമാക്കാം. അതുകൊണ്ട് മാഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഏത് ഗൃഹത്തിൽ ഭാഗവതം വായിക്കുന്നുണ്ടോ, ഏത് ഗൃഹത്തിൽ യദ്ഗൃഹേ തീർത്ഥരൂപം ഹി, ഞാൻ ആ ഗൃഹത്തെ എന്തായി കാണും? തീർത്ഥരൂപം. വസതാം നിത്യതാ ഹരേ. അവിടെ ആര് വസിക്കും? അപ്പം നമ്മുടെ വീടും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അങ്ങനെ ചിട്ടകൾ പണ്ട് നമ്മൾ ഹിന്ദുക്കൾ വളരെ സമ്പന്നരായിരുന്നു ഇക്കാര്യത്തിൽ. സന്ധ്യയ്ക്ക് എല്ലാവരും നാമം ചൊല്ലുന്നത്. ഇപ്പം നോക്കൂ, ആർക്കും സമയമില്ല. ഉള്ളവർക്കാണെങ്കിൽ സമയമുണ്ടെങ്കിലും സീരിയൽ മുടക്കിക്കൊണ്ട് അവർ നാമം ചൊല്ലില്ല. എന്നാലും കുറച്ചൊക്കെ ഒരു ഭേദമാണ്. കാരണം വെച്ചാൽ രാമായണ കാലത്തെങ്കിലും രാമായണം വായിക്കുമല്ലോ. പിന്നെ വേറൊരു വിഷമം എന്താ വെച്ചാൽ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് സംസ്കൃതത്തിലായതുകൊണ്ട് കുട്ടിക്കാലത്തേ പറഞ്ഞിട്ടുണ്ട് മന്ത്രം തെറ്റിയ കുഴപ്പമാണ്. അതുകൊണ്ട് അന്ന് അടച്ചു വെച്ചതാ. അതുകൊണ്ട് ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ ഭാഗവതവും ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല പട്ടിൽ പൊതിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇന്നതത്ര പാതി സൂര്യോ എന്നൊക്കെ പറഞ്ഞ് നല്ലവണ്ണം കർപ്പൂരമൊക്കെ കാണിക്കും. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കുകയില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയേ, ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അവിടെ ഒരു അമ്മമ്മ ഉണ്ട്. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഒരുപാട് പുസ്തകം ഉണ്ടല്ലോ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. എൻ്റെ സ്വാമി നോക്കാനേ പാടുള്ളേ, തുറക്കാൻ പാടില്ല എന്ന്. ഞാനിങ്ങനെ തുറന്നു നോക്കുമ്പോൾ എന്ത് പഴയ ഗ്രന്ഥങ്ങൾ, ചിലതൊക്കെ എത്ര വെൽത്തുകളാണ്. ഏറെക്കുറെ പേജുകളൊക്കെ ഒന്നും കണ്ട് എടുക്കുമ്പോഴേക്കും അയാൾ പറയും ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന്. എന്ന് വെച്ചാൽ അത്ര പൊട്ടാറായിരിക്കണേ, ഉപയോഗിക്കാതെ ഇങ്ങനെ അനവധി ജ്ഞാനശാഖകൾ നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത്, വേദത്തിലൂടെയും രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും ഗീതയിലൂടെയും പുരാണങ്ങളിലൂടെയൊക്കെ പറഞ്ഞത് മിക്കവാറും വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതൊന്നും എടുക്കണ്ടേ, തുറക്കണ്ടേ, പഠിക്കണ്ടേ, വായിക്കണ്ടേ? പ്രഹ്ലാദൻ പറയുന്നു, നിങ്ങൾ വായിക്കൂ, പഠിക്കൂ, മനസ്സിലാവൂ. നിങ്ങളുടെ മനസ്സിനെ ക്രമേണ എവിടെ എത്തിക്കാം? ഭഗവാനിലേക്ക് എത്തിക്കാം. ഇപ്രകാരം പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ച് ആ സമയത്ത് ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, മേലാൽ ഇമാതിരി വരൊന്നും കൊടുക്കരുത്, അപകടം ഉണ്ടാക്കണ വരൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മാവിനൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നിന്ന് പോയി. അതിനുശേഷം പ്രഹ്ലാദ ചരിത്രം ഉപസംഹരിപ്പിച്ചുകൊണ്ട് പറയാണ്, ആരാണോ പ്രഹ്ലാദന്റെ ചരിത്രം മനസ്സിലാക്കുന്നത്, പ്രഹ്ലാദസ്യാനുചരിതം മഹാഭാഗവതസ്യ ഭക്തിജ്ഞാനം വിരക്തിശ്ച യാഥാത്മ്യം ചാസ്യ വൈ ഹരേ. ആരാണോ പ്രഹ്ലാദന്റെ മാഹാത്മ്യം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നത്, അവർക്ക് ഭക്തിയുണ്ടാവും, ജ്ഞാനമുണ്ടാവും, വൈരാഗ്യമുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടായി നമുക്ക് ധർമ്മോ ഭാഗവതാരം ച ഭഗവാൻ യേന ഗമ്യതേ ആഖ്യാനേസ്മിൻ സമാംനാദം അധ്യാത്മികം അശേഷത. ഭാഗവത ധർമ്മത്തിലൂടെ ഭഗവാൻ യേന ഗമ്യതേ, ഭഗവാനെ എങ്ങനെയാണ് കൈവരിക്കേണ്ടതെന്ന് ഈ ആഖ്യാനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇതാണ് പ്രഹ്ലാദ ചരിതം. ഇനി ഇതിൻ്റെ ഒരു താത്വികമായൊരു പഠനം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് പ്രഹ്ലാദ ചരിതത്തിൻ്റെ. അപ്പോൾ ഇവിടെ ഹിരണ്യകശിപു എന്ന പേര്, ആരെയാണ് ഹിരണ്യകശിപു എന്ന് ശരിക്കും പറയുന്നത്? കഥാരൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദിതിയുടെ പുത്രന്മാരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. എന്നാൽ ആധ്യാത്മിക ദൃഷ്ടിയിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ്. അതിനെ മൂടുന്ന മൂടുപടത്തെയാണ്, അതിനെ മൂടുന്ന ഒരു മറവിനെയാണ് കശിപു എന്ന് പറയുക. സംസ്കൃതത്തിൽ കശിപു എന്നുള്ള ശബ്ദത്തിന് കോസടി എന്നാണ് അർത്ഥം, കിടക്ക എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സ്വർണം പോലെ പ്രകാശിക്കുന്ന ചൈതന്യവത്തായ ചൈതന്യത്തെ ആരാണോ അവിവേകമാകുന്ന മനസ്സുകൊണ്ട് മൂടി ധാർഷ്ട്യത്തോടുകൂടി ജീവിക്കുന്നത്, അവരെയാണ് ഹിരണ്യകശിപുമാരെന്ന് പറയുന്നത്. അപ്പം തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ശക്തിയെ മൂടി ജീവിക്കുന്നവരൊക്കെ, അതിനെ മനസ്സിലാക്കാതെ ജീവിക്കുന്നവരൊക്കെ ആരാണ്? ഇനി നിങ്ങൾ പറയൂ, ആരാ ഹിരണ്യകശിപു എന്ന്? നമ്മൾ ഓരോരുത്തരുമാണ് ഈ ഹിരണ്യകശിപുമാർ. അപ്പം പ്രഹ്ലാദൻ ആരാണ്? പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവത് ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് എന്തു വരുന്നതും ഭഗവത് പ്രസാദമാണെന്ന് അതിൽ സന്തോഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കുന്ന ആളെയാണ് എന്തു പറയുക? പ്രഹ്ലാദൻ. അപ്പം സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും കഴിവുള്ളവരൊക്കെ സ്വയം ദുഃഖിക്കാനും
അല്ലെങ്കിൽ സ്വയം അഹങ്കരിക്കാനും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാനും കഴിവുള്ളവരൊക്കെ ഹിരണ്യകശിപുമാരാണ്. നമ്മുടെ വീട്ടിൽ ധാരാളല്ലേ ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ തന്നെ ധർമ്മമാണ്. ഇതാണ് ഹിരണ്യാക്ഷൻ. ഇനി ഭഗവാൻ എന്ത് ചെയ്തു? കൊടൽമാലകൾ കീറിയെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ കഥ കേൾക്കുമ്പോഴൊക്കെ കൊടൽമാലകളൊക്കെ കീറിയെടുത്തു എന്ന് വെച്ചോളൂ. പക്ഷെ ഉപനിഷത്തിൽ ഇത് പറയുന്നത് ഹൃദയഗ്രന്ഥി പൊട്ടിക്കലാണ് ഭഗവാന്റെ കൊടൽമാലകൾ കീറൽ. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ വിവേകമാകുന്ന മനസ്സിനെ കെട്ടുന്ന 3 ഗ്രന്ഥികളാണ്. നമ്മുടെ മനസ്സിനെയൊക്കെ ഉണ്ടല്ലോ കെട്ടുന്ന 3 ഗ്രന്ഥികളാണ്, കെട്ടുകളാണ്. ഒന്ന് ശരീരബോധം, ഒന്ന് ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളോടുള്ള അറ്റാച്ച്മെൻറ്റ്, മൂന്നാമത്തത് വ്യക്തികളോടുള്ള അറ്റാച്ച്മെൻറ്റ്. ഇപ്പം ശരീരത്തോടും ശരീരവുമായി ബന്ധപ്പെട്ട ശരീരത്തിന് സുഖം തരുന്ന വസ്തുക്കളോടും, വീടോ വസ്തുവോ മാലയോ ചെയിനോ എന്തൊക്കെയാവട്ടെ അതൊക്കെ, പിന്നെ ബന്ധുക്കളോടുമുള്ള ആ അറ്റാച്ച്മെൻ്റൊക്കെ മുറിച്ചെടുത്തുകൊണ്ട് അതിനൊക്കെ നമ്മുടെ മനസ്സിനെ മാറ്റിത്തന്ന് ഇനി അറ്റാച്ച്മെൻ്റ് ആരോട് വേണം? ഭഗവാനോട്. അതിലേക്ക് നമ്മൾ ഉയർത്തുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ഉദ്ദേശം ഇതാണ്. തൻ്റെ മുന്നിൽ വരുന്ന ശിഷ്യൻ്റെ കെട്ടുകൾ കാണിച്ചു കൊടുത്ത് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാം ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ടയേവാത്മനീശ്വരേ ഭിദ്യതേ ഹൃദയഗ്രന്ഥി. അവൻ്റെ ഹൃദയഗ്രന്ഥികളെ പൊട്ടിക്കുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ്റെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്ന ശരീരത്തോടുള്ള അറ്റാച്ച്മെൻറ്റ്, വസ്തുക്കളോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശരീരത്തെക്കുറിച്ചുള്ള ബോധം, വസ്തുക്കളെക്കുറിച്ചുള്ള ബോധം, ശരീരവുമായി ബന്ധപ്പെട്ടവരെക്കുറിച്ചുള്ള ഈ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തി മനസ്സിൽ ഏത് ബോധം തെളിയിക്കണം? ആത്മബോധം. ഇതിനെയാണ് ഭട്ടതിരിപ്പാട് അവബോധം എന്ന് പറയുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകം. ഈ ബോധത്തിൻ്റെ പേരാണ് സാന്ദ്ര ആനന്ദ അവബോധം. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന, ഉള്ളിൽ പ്രകാശിക്കുന്ന ഭഗവാൻ ആണ് കൂടെയുള്ളതെന്ന ദൃഢമായ ബോധം അത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുക. ഇതാണ് ഗുരുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ അവിവേക മനസ്സ് ഹിരണ്യകശിപുവും നമ്മുടെ വിവേക മനസ്സ് പ്രഹ്ലാദനും. അവിവേക മനസ്സിൽ നിന്ന് കെട്ടുകളെ മാറ്റി വിവേക മനസ്സിലേക്ക് നമ്മൾ ഉയർത്തുന്ന ഗുരുവാണ് ആര്? ഭഗവാൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ രീതിയിൽ ഈ കഥ മനസ്സിലാക്കി വയ്ക്കൂ. അപ്പോൾ നമ്മുടെ തന്നെ കഥയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഈ കഥ പറയുന്നത് ധർമ്മപുത്രരോട് നാരദ മഹർഷിയാണ്. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്തവരാണ്, പക്ഷേ നിങ്ങൾ അവിവേകികളുമാണ്. എന്താ നിങ്ങളുടെ അവിവേകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ നടക്കുന്ന ദൂതനായിട്ടും സാരഥിയായിട്ടും നിങ്ങളുടെയൊക്കെ എന്താണ് അമ്മാവൻ്റെ പുത്രനായിട്ടൊക്കെ നടക്കുന്ന കൃഷ്ണനെ ഉണ്ടല്ലോ, നിങ്ങൾ ഗുരുവായി കാണാൻ പരിശീലിച്ചിട്ടില്ല. നിങ്ങൾ ആരായി കാണണം? ഗുരുവായി കാണൂ. ആരെ? കൃഷ്ണനെ ഒരു ഗുരുവായി കാണൂ എന്ന് പാണ്ഡവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. സവായം ബ്രഹ്മമഹൽമിംഗ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയസുഖദ്ഭാഖലു മാതുലേയാം ആത്മാർഹണീയോ വിധികൾ ഗുരുശ്ചാം. ഇത് ഉള്ളിൽ സർവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമാണ്. മഹത് ഋമിഗ്യ. ഋഷീശ്വരന്മാർ ഈ തത്വത്തെയാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അന്വേഷിച്ച് എത്തിക്കഴിഞ്ഞാലോ കൈവല്യ നിർവാണ സുഖാനുഭൂതി. നമ്മളിൽ തന്നെ നമുക്ക് പരമമായ സുഖം, പരമമായ ആനന്ദം, ബ്രഹ്മസുഖം. ഏറ്റവും വലിയ സുഖമാണ് ഏത്? ബ്രഹ്മസുഖം. എപ്പോഴും ഉള്ളിൽ സുഖം. ഇത് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രിയ സുഹൃത്ത് മാധുലേയ, ആരെ പറയാണ്? നിങ്ങൾ പ്രിയനായിട്ടും സുഹൃത്തായിട്ടും മാധുലനായിട്ടും കൊണ്ട് നടക്കുന്ന ഗുരു കൃഷ്ണനെ ആരായി കാണാൻ ശ്രമിക്കണം? ഗുരുവായി കാണാൻ ശ്രമിക്കണം. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ 3 രീതിയിൽ കാണണം. ഒന്നാമത്തത് നമ്മുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവ് തന്നെയാണ്, ചൈതന്യം തന്നെയാണ്. നകലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മതൽ. എല്ലാവരുടെയും അന്തരാത്മാവ് തന്നെയാണ്. തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ വിഗ്രഹത്തിലിരിക്കുന്ന ഭഗവാന്റെ ചൈതന്യം. ഒന്നാമത്തത്. പക്ഷേ ഇപ്പോൾ എനിക്കതിലേക്ക് എത്താൻ പറ്റില്ല. എനിക്കതിലേക്ക് എത്തണമെങ്കിൽ എനിക്കൊരു വഴികാട്ടി വേണം. അപ്പം ഭഗവാൻ ആരായി തീർന്നു? ഗുരുവായി തീർന്നു. ഇനി ഗുരുവിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ശാസ്ത്രങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കി, ഇനി മനസ്സിനെ അതിലേക്ക് ഉയർത്തണമെങ്കിൽ
മനസ്സിലൊരു ഉപാസനാ രൂപം വേണം. അപ്പം ഭഗവാൻ ആരായി? ഒരു ഉപാസന മൂർത്തിയായി. ഇങ്ങനെ ഗുരുവായും ആത്മാവായും ഉപാസനാമൂർത്തിയായിട്ടൊക്കെ നമ്മൾ ഭഗവാനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ ക്ഷേത്ര ദർശനം നമ്മളെ ക്രമേണ ഉയർത്താൻ സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോകും. ഇപ്രകാരം പറഞ്ഞു കൊടുത്തു. അവർക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് യസ്യ സാക്ഷാൽ ഭവൽ പത്മജാദിഭിഃ രൂപം ദിയാം വസ്തുതയോപവർണിതം മൗനേന ഭക്ത്യാ ഉപശമേന പൂജിതാം പ്രസീദതാമേഷ സത്വദം പദി. നയസ്യ സാക്ഷാൽ ഭവ പത്മജാദിഭിഃ രൂപം ധിയാ വസ്തുതയോപവർണിതം. ഈ ഭഗവാനുണ്ടല്ലോ, ഭഗവാനെ വർണ്ണിക്കാൻ പ്രത്യേകിച്ച് രൂപങ്ങൾക്കൊക്കെ അതീതനാണ് ഭഗവാൻ. അപ്പം അങ്ങനെ രൂപങ്ങൾക്കൊക്കെ അതീതനായിരിക്കുന്ന ഭഗവാനെ മൗനേന, മനസ്സെങ്ങനെയിരിക്കണം? മൗനമായി ശാന്തമായിരിക്കണം. ശാന്തമുപാസീത, ബഹളമൊന്നും വെക്കരുത്. മനസ്സിനെ കുറച്ചു നേരത്തേക്ക് നാമം ജപിച്ച് ശാന്തമാക്കാൻ ശ്രമിക്കൂ. അങ്ങനെ ശാന്തമായ മനസ്സുകൊണ്ട് ഭക്തിയാ ഉപശമേന പൂജിതം, തൻ്റെ മനസ്സിനെ ഉപശമം ചെയ്ത് ഭഗവാനെ പൂജിക്കുന്ന സമയത്ത് പ്രസീദതാമേഷ, ഭഗവാൻ പ്രസാദിക്കുന്നു പറയാണ്. അപ്പോഴാണ് ശരിക്കും ഭഗവാൻ നമ്മളോട് പ്രസാദിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുഖം കണ്ണാടിയുടെ മുന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ ആ കണ്ണാടിയിൽ നമ്മുടെ മുഖം തിരിച്ച് കാണാൻ സാധിക്കുന്ന കണ്ണാടി നമ്മളോട് പ്രസാദിക്കണം. നിങ്ങളൊരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് ആ ബൾബിലൂടെ വരുന്ന സമയത്ത് അവിടെ കറണ്ടിൻ്റെ ഒരു പ്രസാദമുണ്ടാവുന്നു. ഇതുപോലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കറണ്ടായിരിക്കുന്ന ഭഗവത് ചൈതന്യത്തിന് മനസ്സാകുന്ന ബൾബിലൂടെ പ്രകാശിക്കണമെങ്കിൽ അവൈലബിൾ ആവണം? കൂടെ വന്നില്ലേ നിങ്ങൾ? വേറെ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നിങ്ങൾ റാന്തൽ കത്തിക്കുന്നു, പാനീസ് പറയുന്ന വിളക്കുണ്ടല്ലോ, അത് നിങ്ങൾ കത്തിക്കുമ്പോഴും അതിലെ പ്രകാശം പുറത്തേക്ക് വരണമെങ്കിൽ കുഴൽ അത് നല്ല വൃത്തിയുള്ളതായിരിക്കണം. അപ്പം പ്രകാശമുണ്ടായാലും ആ പ്രകാശം നമുക്ക് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? കുഴലിൻ്റെ വൃത്തിക്കനുസരിച്ചിരിക്കും. ഇതുപോലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യം നമ്മളെ പ്രസാദിക്കണമെങ്കിൽ മനസ്സ് അത് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം. മൗനേന, മനസ്സെങ്ങനെയിരിക്കണം? മൗനമായി എന്ന് വെച്ചാൽ ആ മനസ്സ് ആ ചൈതന്യത്തിലേക്ക് സമർപ്പിക്കണം. വേണ്ടാത്ത ചിന്തകളൊക്കെ കുറച്ചു നേരത്തേക്ക് മനസ്സിൽ നിന്നും മാറ്റിവെക്കണം. നമ്മൾ അങ്ങനെ പരിശീലിക്കണം. ഭഗവാന്റെ മുന്നിൽ ഞാനൊന്നും ചോദിക്കില്ല, പകരം ഞാൻ എൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കും. അങ്ങനെ പരിശീലിച്ചെടുത്ത് നോക്കൂ നിങ്ങൾ. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിന് തീർച്ചയായിട്ടും വരുമെന്ന് പറയണം. അതിനുശേഷം പിന്നീട് അടുത്ത ഒരു ചിന്തമാണ് ഇതിനു ശേഷം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദുക്കൾ ശരിക്കും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് ധർമ്മപുത്രർ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്. എന്താ അറിയേണ്ടത്? എനിക്ക് നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, വക്ഷേ സനാതനം ധർമ്മം. എന്താ ചോദ്യം? സനാതനധർമ്മം, ഹിന്ദുമതം എന്താണ് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇത് പലപ്പോഴും നമ്മളുണ്ടല്ലോ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല ഹിന്ദുമതം. കാരണം നമ്മുടെ മതത്തിന് ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, വിചാരങ്ങൾ വളരെ കുറവാണ്. മറ്റു മതസ്ഥർക്ക് ആചാരാനുഷ്ഠാനങ്ങളുടെ കൂടെ ഗ്രന്ഥപരിചയമുണ്ട്. ഇസ്ലാം മതത്തെ നോക്കുമ്പം അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ഖുർആൻ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഉണ്ടോ? അവരുടെ പള്ളികളിൽ ഇതുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ബൈബിൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ബുദ്ധന്മാർക്കും ഉണ്ട്. ഇനി നിങ്ങൾ ഗുരുദ്വാരകളിൽ പോയി നോക്കൂ, അമൃത്സറിലൊക്കെ നിങ്ങൾ പോയി നോക്കൂ, സുവർണക്ഷേത്രത്തിൽ. അപ്പം നിങ്ങൾക്ക് കാണാം അവർ ഗ്രന്ഥം എടുത്ത് പഠിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും. പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്തില്ല? ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചുള്ള വിചാരങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കാനില്ല. ഉള്ളതെന്താണ്? മുമ്പേ ഗമിക്കുന്ന കഴിഞ്ഞു. ആദ്യത്തെ ആൾ എങ്ങനെയാണ് ചുറ്റണത് നോക്കും. വലിയ പ്രശ്നം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചുറ്റിൽ തെറ്റിപ്പോയാൽ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചിലയിടത്തൊക്കെ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോണ്ടല്ലോ, അവിടെ പിന്നെ ഏതിന് ചുറ്റിയാലും കുഴപ്പമില്ല. കേരളത്തിൽ ചുറ്റുമ്പോഴാണ് പ്രശ്നം. ശിവന്റെ ക്ഷേത്രത്തിലെങ്ങാനും അറിയാതെ ഇങ്ങോട്ട് മുറിഞ്ഞു പോയി എന്തോ മരിക്കാൻ പോണ പോലെയാണ്. എന്തെല്ലാം ബഹളങ്ങളൊക്കെയാണ്. ഒരിക്കലും എന്നെ ഒരു അമ്പലത്തിൽ കഴിയുന്നതും ഞാൻ മാറി നിൽക്കുമെന്ന് ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി, ശിവന്റെ അമ്പലമാണ്, എനിക്കറിയില്ലായിരുന്നു എവിടെയാണ്, ഞാനെല്ലാം ഒരുപോലെ തൊഴുന്നത്. അവിടെ ചെന്ന് പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞു. ഞാൻ പ്രദക്ഷിണം വെച്ച് വന്നപ്പോഴേക്കും അവിടെ ഇങ്ങനെയല്ല വരേണ്ടത് നാഗ പ്രശ്നം. ദേശം എന്ത് പറ്റിയെന്ന് പറഞ്ഞു. ശിവനെ ക്രോസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പണ്ടേ ക്രോസ് ചെയ്ത പാർട്ടിയാണെന്ന്. അത്രയും തോന്നിയില്ലോ എനിക്കിന്ന്. കാരണം നമ്മൾ
കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു നിങ്ങൾ പ്രദക്ഷിണം 1000 എണ്ണോ അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടെ മാത്രം കയറാഞ്ഞാൽ മതി. അവിടെയാണ് അങ്ങനത്തെ ജീവിതമാണ് അവരുടെ. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ആചാരത്തിൽ മുറുകെ പിടിച്ചിരിക്കുക നമ്മൾ. അതിൽ നിന്നൊക്കെ മനസ്സിനെ അതിൻ്റെ പിന്നിലൊക്കെ ധാരാളം ശാസ്ത്രീയതയുണ്ട്. ആ ശാസ്ത്രീയത നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് ആചാരങ്ങളെല്ലാം അനാചാരങ്ങൾ തന്നെയാണ്. ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ടത്. ഈ ആചാരങ്ങളൊക്കെ ഇത് മനസ്സിലാക്കാതെ ചെയ്താൽ എന്തായിത്തീരും? വേറെ രീതിയിൽ അനാചാരങ്ങൾ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ അതാണെന്ന് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കണം. സനാതന ധർമ്മം ഭാരതീയ സംസ്കാരത്തിൻ്റെ പേരാണ്. എന്ത്? നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. വീണ്ടും അതൊന്ന് ഇവിടെ റീക്യാപ്പ് ചെയ്യാൻ ഞാൻ. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതിനെ ശരിക്കും വിളിക്കുന്നത് നമ്മുടെ സംസ്കാരം. ഇപ്പം മറ്റു മതങ്ങളുടെയൊക്കെ സംസ്കാരം, ഇസ്ലാം മതം വന്നിരിക്കുന്നത് നബിക്ക് ശേഷമാണ്, ക്രിസ്തുവിന് ശേഷമാണ് ക്രിസ്തു മതം വന്നത്, ബുദ്ധന് ശേഷമാണ് സിഖ് മതം വരുന്നത്, ഗുരുനാനാക്കിന് ശേഷമാണ്. അപ്പോൾ ഓരോരോ വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതം വന്നതോ? നിങ്ങളെന്താ അന്തം വിട്ട് നോക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കോൺട്രിബ്യൂഷനാണോ? ശ്രീരാമസ്വാമിയുടെ കോൺട്രിബ്യൂഷനാണോ? ശ്രീകൃഷ്ണ ഭഗവാന്റെ കോൺട്രിബ്യൂഷനാണോ? ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്നതിന് മുമ്പും ഹിന്ദുമതം എന്ന പേരിലായിരുന്നില്ല, ഇവിടെ സനാതനധർമ്മം ഉണ്ടായിരുന്നു. ശ്രീരാമസ്വാമി വരുന്നതിന് മുമ്പും ഈ സനാതനധർമ്മം. അപ്പം ഇതാര് കോൺട്രിബ്യൂട്ട് ചെയ്തു? ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തവരുടെ പേരാണ് ഋഷീശ്വരന്മാരെന്ന്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ശരിക്കുള്ള പേര് ആർഷ സംസ്കാരം എന്നാണ്. ആർഷം എന്ന് പറഞ്ഞാൽ ഋഷിമാരിൽ നിന്നും കണ്ടെത്തിയത്, അതാണ് ഋഷി സംസ്കാരം, ആർഷ സംസ്കാരം. ശരിക്കും ഹിന്ദുമതം നല്ല നമ്മളെ വിളിക്കേണ്ടത് ആർഷ. മറ്റു മതങ്ങൾ അങ്ങനെയല്ലേ? ക്രിസ്തുവിനെ ബന്ധിച്ചിട്ടാണ് ക്രിസ്തുമതം എന്ന് വിളിക്കുന്നതെങ്കിൽ, മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇസ്ലാം മതം വരുന്നതെങ്കിൽ, ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബുദ്ധമതമെങ്കിൽ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മതം ഋഷീശ്വരന്മാരുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ആർഷ സംസ്കാരം എന്നാണ് വിളിക്കേണ്ടത്. ഇനി എന്താണ് അവർ കണ്ടെത്തിയത്? അവർ കണ്ടെത്തിയ സത്യത്തെയാണ് സനാതനം. സനാതനം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതിനെ അന്വേഷിച്ച് കണ്ടെത്തി അനുഭവിച്ചറിഞ്ഞവരെയാണ് ഋഷി എന്ന് പറയുന്നത്. ഇപ്പം താടിയും മുടിയും നീട്ടിയവരല്ല ഋഷിമാർ, നശിക്കാത്തതിനെ കണ്ടെത്തിയവർ. അപ്പം ഇവിടെ ഉള്ളതൊക്കെയോ കൂടെ വരുന്നില്ലേ നിങ്ങൾ? അവർ കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് കാണുന്നതെല്ലാം മാറ്റമുള്ളതെല്ലാം നശിച്ചു പോകുന്നുണ്ട്, അത് പഴയ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഈവൻ ശരീരം പോലും നശിക്കുന്നുണ്ട്. അപ്പം അവരുടെ ചോദ്യം ഇതായിരുന്നു, ഈ നാശങ്ങൾക്കൊക്കെ അപ്പുറത്ത് നശിക്കാത്ത വല്ലതും ഉണ്ടോ? അങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ അവർ മനസ്സിലാക്കി, സ്ഥൂലമായത് നശിച്ചാലും സൂക്ഷ്മമായത് നശിക്കില്ല എന്ന്. ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ മാറ്റർ നശിച്ചാലും എനർജി നശിക്കുന്നില്ല എന്ന സത്യം ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. നജായതേ മ്രിയദേവ കദാചിൽ നായം ഭൂത്വാ കതിദാവാനഭൂയാം അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവ ച നിത്യ സർവഗത സ്ഥാണു അചലോയം സനാതന. സനാതനമായതാണ് അചലോയം സനാതന, നിത്യമായ സ്ഥിരമായ സത്യം. അപ്പം നാശമുള്ളതിൽ നിന്നും നാശമില്ലാതിലേക്കും അന്വേഷിച്ച് അതിനെ കണ്ടെത്തി അതിനെ അനുഭവിച്ചറിഞ്ഞവരെയാണ് ഋഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം നശിക്കാത്തതിനെ കാണിച്ചു തരുന്ന സംസ്കാരമാണ്, നാശമുള്ളതിനെ കാണിച്ചു തരുന്നതല്ല. അസതോമ സദ്ഗമയ, നശിക്കാത്തതിനെ കാണിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ മരിക്കുന്നതിന് മുമ്പ് നേടിയെടുക്കേണ്ടത് ഏതാണ്? നശിക്കാത്തൊരു സത്യമുണ്ട്, അത് നമ്മൾ കണ്ടെത്തിക്കോണം. അപ്പോഴേ നമ്മളെ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയത് നമുക്ക് പ്രയോജനപ്പെടുള്ളൂ. അവരാണ് ശരിക്കും ആര്? ഈ സനാതന ധർമ്മത്തെ മനസ്സിലായില്ല. നമ്മുടെ പൂർവികന്മാർ എന്ത് കണ്ടെത്തിയോ അത് നമ്മളും കണ്ടെത്തുമ്പോഴാണ് നമ്മൾ അവരുടെ
വഴിയിലൂടെ പിന്തുടരുന്നത്. അപ്പോഴാണ് നമ്മൾ സനാതനധർമ്മത്തെ സാക്ഷാത്കരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആർഷ സംസ്കാരം ഉൾക്കൊള്ളുന്നത്. അപ്പം ശരിക്കും ഹിന്ദു എന്ന് പറഞ്ഞാൽ ആരാണ്? എന്നെ സംബന്ധിച്ച് ഹിന്ദു എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത്, അമ്പലത്തിൽ